ഇടം. രചന അവതരണം ഡോക്ടർ നീമ പത്മാകരൻ. ആശുപത്രിയുടെ നീളൻ വരാന്തയിലൂടെ മീര മെല്ലെ നടന്നു. ഒപ്പം നന്ദനും. ഡോക്ടർമാരുടെ പരിശോധനാ മുറിയുടെ വാതിൽക്കൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ രോഗികൾ ആകാംക്ഷയോടെ തങ്ങളുടെ ഊഴവും കാത്തിരിക്കുന്നു. മീര ഡോക്ടർ അരുണിന്റെ പരിശോധനാ മുറിയുടെ വാതിലിൽ നിരത്തിയിട്ട കസേരകളിൽ ഒന്നിലിരുന്നു. മുഖം ഉയർത്തി തന്റെ അരികിൽ നിന്ന നന്ദനോട് തന്റെ അരികിൽ ഒഴിഞ്ഞുകിടന്ന കസേരയിൽ ഇരിക്കാൻ ക്ഷണിച്ചു. ആദ്യം കൂട്ടാക്കിയില്ലെങ്കിലും നന്ദേട്ട ഇരിക്കൂ എന്ന് മീര വീണ്ടും നിർബന്ധിച്ചപ്പോൾ അയാൾ അവൾക്കരികിലിരുന്നു. നീണ്ട 1 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം 10 ദിവസം മുമ്പാണ് മീര വീട്ടിലേക്ക് പോയത്. ഇന്ന് OP-യിൽ പരിശോധനയ്ക്കായി എത്തിയതാണ്. നന്ദേട്ടാ, ജാതിയും മതമൊന്നും ഇല്ലാത്ത ഏക സ്ഥലം ആശുപത്രിയാണല്ലേ? നന്ദൻ മീരയൊന്ന് നോക്കി. എന്താടോ? ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ ജാതിയും മതമൊന്നും അവിടെ ഇരിക്കുന്ന ഡോക്ടറോ ജീവനക്കാരോ തിരക്കാറില്ല. അതുപോലെ ഡോക്ടറുടെയും ജീവനക്കാരുടെയും ജാതിയും മതവും രോഗികളും തിരക്കാറില്ല. രോഗികളുടെ കൂട്ടിരിപ്പുകാർ പരസ്പരം സഹായിക്കുന്നു. ഒറ്റയ്ക്കായി പോകുന്ന രോഗികൾക്ക് മറ്റു രോഗികളുടെ കൂട്ടിരിപ്പുകാർ സാന്ത്വനമാകുന്നു. ഭക്ഷണം എത്തിക്കുന്നതിനും പങ്കിടുന്നതിനും ആർക്കും മടിയില്ല. ജീവൻ രക്ഷിക്കണമെന്ന ചിന്ത മാത്രം. മനുഷ്യൻ മാത്രമുള്ള ഒരിടം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ആശുപത്രികൾ തന്നെയാണ് നന്ദേട്ടൻ. നന്ദൻ കൗതുകത്തോടെ മീരയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നീണ്ട ആശുപത്രിവാസം മീരയെ ക്ഷീണിതയാക്കിയിരുന്നെങ്കിലും അവളുടെ ചിന്തകൾക്ക് ക്ഷീണമില്ല എന്ന് നന്ദൻ ഓർത്തു. അവളുടെ ചിന്തകളും ആകുലതകളും കഴിഞ്ഞ കുറെ നാളുകളായി ഏറ്റുവാങ്ങുന്ന ഇടവും നന്ദനാണോ? കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യാഴവട്ടക്കാലം ആകസ്മികമായി ജീവിത വഴിയിൽ കണ്ടുമുട്ടിയ അപരിചിതരായ 2 വ്യക്തികൾ. കേവലം പരിചയപ്പെടലിനപ്പുറം ആ സൗഹൃദം വളർന്നത് പെട്ടെന്നായിരുന്നു. ജീവിതയാത്രയിൽ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടു പോയ 2 ജന്മങ്ങൾ. സാന്ത്വനത്തിന്റെ ഒരിടം തേടി നടക്കുകയായിരുന്നു ഇത്രയും നാൾ എന്ന് തോന്നിപ്പിക്കും വിധം ആഴത്തിൽ വളർന്നു ആ ബന്ധം. പരസ്പരം ആശ്വാസമാവുകയായിരുന്നു അവർ. പിന്നീട് അകന്നു നിന്ന് ഒന്നാകുന്നവർ, എന്നാൽ എന്തിനും ഏതിനും ഒപ്പം നടക്കുന്നവർ. മീര ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങി. ചിന്തയിലാണ്ടിരുന്ന നന്ദനെ കട്ടിപിടിച്ച്, പോകാം നന്ദേട്ട, സമയം ഒരുപാടായില്ലേ, ഇനി ഊണ് കഴിച്ചിട്ട് പോകാം, നന്ദൻ പറഞ്ഞു. ഫാർമസിയിൽ നിന്ന് 1 മാസത്തേക്കുള്ള മരുന്നും വാങ്ങി നഗരത്തിൽ മീരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണശാലയിലേക്ക് അവർ നടന്നു. ഒരുമിച്ചുള്ള നിമിഷങ്ങൾ അവർക്ക് ഏറെ ആനന്ദം നൽകിയിരുന്നു. മീരയുടെ വീടിന്റെ ഗേറ്റിൽ അവളെ വിട്ടിട്ട് നന്ദൻ തിരികെ പോയി. അകത്തേക്ക് കയറാതെ മീര നന്ദൻ പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാഴ്ചയെ മറച്ചുകൊണ്ട് മിഴിനീർത്തുണ്ട്. ഈറൻ മിഴികൾ തുടച്ചുകൊണ്ട് മീര വീടിനകത്തേക്ക് കയറി. ഈ നേരം അത്രയും സന്തോഷത്തിലായിരുന്നവർ സങ്കടത്തിലായിരുന്നത്. ഇങ്ങനെയും ചില ബന്ധങ്ങൾ ഒരേ സമയം സന്തോഷവും സന്താപവും നൽകുന്നത്. എന്തു പേര് വിളിക്കണം എന്നറിയാത്ത ബന്ധം. ഇതും ദൈവത്തിന്റെ വികൃതിയാകും. ഒറ്റപ്പെടലിൽ തണലേകാൻ ഒരിടം, എന്നാൽ ഒരിക്കലും സ്വന്തമാക്കാനോ സ്വന്തമാക്കപ്പെടാനോ കഴിയാത്ത ഇടങ്ങൾ. എന്നും ഉള്ളിലെ നീറ്റിലായി നഷ്ടബോധത്തിന്റെ ആഴം കൂട്ടുന്ന ഇടങ്ങൾ, ആർദ്രതയുടെ ഇടങ്ങൾ.